CPM കൃത്യമായ അവരുടെ നിലപാട് പറയുകയാണ്. നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിലവാരം കുറഞ്ഞ നിലപാടുകളാണ് ഇതിനോടകം തന്നെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പോളിറ്റ് ബ്യൂറോ അംഗവും കൂടിയായിട്ടുള്ള വിജയരാഘവൻ അദ്ദേഹത്തിന്റെ പ്രതികരണമായി പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് പ്രധാനമായും നടക്കുന്നത്. അപകടമുണ്ടായതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കുകയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്നുള്ളതാണ് CPIMന്റെ ലൈൻ എന്ന് പറയുന്നത്. അപകടങ്ങൾ ഉണ്ടാകാം, അത് ഉരുൾപൊട്ടലോ സുനാമിയോ ഒക്കെയായി സംഭവിച്ചേക്കാം. അതേസമയം തന്നെ ആ സമയത്ത് രാഷ്ട്രീയ ലാഭം നോക്കുന്നവരുടെ മൃഗീയമായ വൈകാരികതയാണ് നിലമ്പൂരിൽ അല്ലെങ്കിൽ നിലമ്പൂർ നഗരത്തിൽ നിലവിലൊരു പ്രതിഷേധം എന്നുള്ള കണക്കിന് കാണുന്നത് എന്നുള്ള നിലപാടാണ് CPIM ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിലവാരം കുറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ആത്മാർത്ഥതയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് എന്നുള്ള കാര്യവും കൂടിയാണ് പോളിറ്റ് ബ്യൂറോ അംഗവും കൂടിയായിട്ടുള്ള വിജയരാഘവൻ അദ്ദേഹത്തിന്റെ പ്രതികരണമായി ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒന്നുകൂടി പോകാം. റോഡ് ഇടഞ്ഞാൽ പിന്നെ വന്യമൃഗത്തിനെ സംരക്ഷിക്കാൻ പറ്റും. വന്യമൃഗത്തിന് രക്ഷ ഓക്കെ ദീപക് മലയമ്മ തുടരുക. റോഷിപാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, ഒരു 15-കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു അനാസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അലി നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ചത് അപകടത്തെ രാഷ്ട്രീയമായി കാണുന്നു, അത് രാഷ്ട്രീയ പാപ്പരത്തരമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ കാണാൻ കഴിയും? ഒരു കുടുംബം അവിടെ കണ്ണീരൊഴുക്കി നിൽക്കുകയാണ്, ഒരു വേദനയോടെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇതൊരു അപകടം രാഷ്ട്രീയമായി കാണുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഏത് രീതിയിലാണ് ഇനിയുള്ളൊരു പ്രതിഷേധം അടക്കം മുന്നോട്ട് പോകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സംസ്ഥാനപാത ഉപരോധിക്കുകയാണ് UDYF പ്രവർത്തകർ. കാരണം ഇത് വൈകാരികമായ ഒരു പ്രതിഷേധം തന്നെയായി കാണേണ്ടി വരും. കാരണം നമുക്കറിയാം, നിലമ്പൂരിൽ വനമേഖലയിലടക്കം നിരന്തരം വന്യമൃഗങ്ങളുടെ ആക്രമണം ആ വനമേഖലയിലുള്ള കർഷകർ ഉൾപ്പെടെ നേരിടുന്നതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിലാകെ. എന്നിട്ടൊന്നും അതിൽ കൃത്യമായ നടപടി ഉണ്ടാവുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. അതും പെരുന്നാൾ ദിവസം ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടക്കുന്നു. കുട്ടികൾ മീൻ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തോട്ടിൽ അനധികൃതമായുള്ള ഫെൻസിംഗ് വഴിയാണ് ഈ ഷോക്കേറ്റത്. ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. അവിടെ KSEBയുടെ ഒത്താശയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻ പന്നി കെണി ഒരുക്കിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇതിനോടകം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഉൾപ്പെടെ പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നതും. ഈ ദാരുണമായ വിഷയത്തിൽ സ്വാഭാവിക പ്രതികരണമായി ഇതിനെ കാണേണ്ടി വരും. കാരണം ഒരു വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾക്ക് നല്ല പരിക്ക്